ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഓഫ് ഡിസ്കഷനകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഷോൺ മറോണിയെക്കുറിച്ചാണ്. എൻ്റെ ഒരു പ്രിയപ്പെട്ട പേഷ്യൻ്റായിരുന്നു ഷോൺ മറോണി. അപ്പോൾ ഷോൺ മറോണിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയിടാവാം. അപ്പോൾ ഷോൺ മറോണി ഒരു മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഒരു ഇരയാണ്. ഷോൺ മറോണി നമുക്ക് ഇന്ത്യയിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല, ഇതൊരു ഐറിഷ് ഫെസിലിറ്റിയിൽ ഒരു നഴ്സിംഗ് ഹോമിലുണ്ടായ ഒരു ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻ്റാണ്. ആ പേഷ്യൻ്റ് നമുക്ക് മരിച്ചുപോയി. അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മരണമായിരുന്നു. അപ്പോൾ ഈ ഷോൺ മറോണിയുടെ മരണത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ എൻ്റെ സ്റ്റോറിക്കകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഞാനവിടെ ഒരു ദിവസം നൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 7:30 ആകുമ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് ഹാൻഡ് ഓവറൊക്കെ എടുത്തതിന് ശേഷം പേഷ്യൻറ്റിന് നമുക്ക് മെഡിസിനെ കൊടുക്കും. അപ്പോൾ മെഡിസിനെ കൊടുത്തപ്പോൾ ഈ കൊടുക്കാനായിട്ട് ഈ ഷോൺ മറോണി റൂമിൽ ചെന്നപ്പോഴത്തേക്കും ഈ ഷോൺ മറോണി കിടക്കുന്നത് 2 ഡബിൾ ബെഡാണ്. ഡബിൾ ബെഡ് റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾസ് എന്ന് പറയും. 2 പേഷ്യൻസ് ഉള്ള റൂമിൻ്റെ അകത്താണ് കിടക്കുന്നത്. അവൻ്റെ കൂടെ കിടക്കുന്നത് വില്യം വാട്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിഡൻ്റാണ്. അപ്പോൾ ഈ വില്യം വാട്സൺ എന്ന് പറഞ്ഞിട്ടുള്ള റെസിഡൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്യം വാട്സൺ അല്ല, വില്യം കോളിൻസ് ആണ് കിടക്കുന്നത്. വില്യം കോളിൻസ് ആണ്. അപ്പോൾ വില്യം കോളിൻസിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്യം കോളിൻസ് പകൽ മൊത്തം ശ്വാസം മുട്ടുകാരനാണ്. അപ്പോൾ പകൽ മൊത്തം സിഗരറ്റ് വലിച്ചിട്ട് രാത്രിയിൽ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ രാത്രി പുള്ളിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. സാധാരണ പുള്ളി അങ്ങനെ ശ്വാസം വലിച്ച് തല ഇങ്ങനെ പൊക്കി വെച്ചിട്ട് നെബുലൈസേഷനും ഓക്സിജനും ഒക്കെ വലിച്ചിങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു. പുള്ളി ഒരിക്കലും ഉറങ്ങാറില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു റെസിഡൻ്റാണ് ഈ ഷോൺ മറോണിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഷോൺ മറോണി അതിൻ്റെ തൊട്ടിപ്പുറത്തെ റൂമിൽ ഷോൺ മറോണിക്ക് ശ്വാസമുട്ടാണ്. അപ്പോൾ ഞാനിവിടെ ചെല്ലുന്ന സമയത്ത് ഷോൺ മറോണിക്ക് ശ്വാസമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിയുടെ നീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ മരുമോൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഷോൺ മറോണി ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ഔട്ട് ആയിട്ടുള്ള ഒരു റെസ്പൈറ്റ് പേഷ്യൻ്റാണ്. അപ്പോൾ റെസ്പൈറ്റ് പേഷ്യൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പൈറ്റ് റെസിഡൻ്റ് എന്ന് പറയും. ഇപ്പം 2 ആഴ്ചത്തെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻറ്റിനെ ഡയറക്റ്റായിട്ട് ഹോമിലോട്ടോ വീട്ടിലാനായിട്ട് ഫിറ്റ് അല്ലാത്ത പേഷ്യൻസിനെ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നഴ്സിംഗ് ഹോമിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ ഞങ്ങൾ നഴ്സിംഗ് ഹോമിൽ ഈ പേഷ്യൻസിനെയൊക്കെ എടുത്തിട്ട് അവരെ ഒന്ന് സെറ്റാക്കി അവരുടെ എയിൻമെൻറ്റ്സും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് അവരെ GPA കൊണ്ട് അവരുടെ മെഡിസിൻസ് റീവാലിഡേഷനൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി അവൻ ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അവനെ എന്നാ ചെയ്യും, അവനെ നമുക്ക് പേഷ്യൻറ്റിനെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. അവന് ഓക്കെ ആകത്തില്ലെങ്കിൽ അവർ ലോങ് ടൈം കെയറിലേക്ക് പോകും. ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഷോൺ മറോണി അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഷോൺ മറോണിക്ക് ശ്വാസം മുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോൺ മറോണിക്ക് ഒരു മൊബിലൈസേഷൻ കൊടുത്തു. ഫാമിലി എന്നോട് പറഞ്ഞു ഷോൺ മറോണിക്ക് വാട്ടർ ടാബ്ലറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവന് സിക്കായതുകൊണ്ട് വാട്ടർ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തു, വാട്ടർ ടാബ്ലറ്റ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസങ്ങളിൽ പകൽ സമയത്ത് പേഷ്യൻറ്റിന് ശ്വാസം മുട്ടാണെന്ന് പറഞ്ഞ് അന്നൊരു വീക്കെൻഡ് ആയിരുന്നു. അന്ന് ഒരു ഷാനൻ ഡോക്ക് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ഹവേഴ്സ് GP ആണ്. ഔട്ട് ഓഫ് ഹവേഴ്സ് GPനെ വിളിച്ചിട്ട് നമ്മൾ ഈ പേഷ്യൻറ്റിനെ ഒന്ന് കാണിച്ചിരുന്നു. ഡേ ടൈംകാർ കാണിച്ചിരുന്നു. അപ്പോൾ കാണിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവന് ക്രബ്സ് ഉണ്ട്, അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് ഓഗ്മെൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പക്ഷേ യഥാർത്ഥത്തിൽ അവൻ്റെ ക്രബ്സ് വന്നത് അവൻ പൾമണറി എഡിമ അടിക്കുകയാണ്, പതുക്കെ അടിച്ച് കയറി വരുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവന് ഈ സംഭവം വന്നത്, ക്രബ്സ് വന്നത്. അല്ലാതെ ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ല. പക്ഷേ ഈ ലോക്കം GPക്ക് അത് അറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഔട്ട് ഓഫ് ഹവേഴ്സ് GP എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒറിജിനൽ GP അല്ല. അപ്പോൾ ഈ മരുമോൾ എന്നോട് പറയുന്നുണ്ട് ഇവനിങ്ങനെ വാട്ടർ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്, അവൻ്റെ ഒറിജിനൽ GP നീ കോൺടാക്ട് ചെയ്തിട്ട് അവൻ്റെ ഹിസ്റ്ററി കളക്ട് ചെയ്യണം, എന്നിട്ട് GPയെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുന്ന റെസിഡൻസിനെയൊക്കെ ഞങ്ങളൊരു ഞങ്ങളൊരു GPയുടെ അടുത്ത് ഡോക്ടർ കോള റെയിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു GP ഉണ്ട്. അവനെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. അവന് ഇച്ചിരി പൈസയും കൊടുക്കും. അവനിങ്ങനെ പൈസ കൊടുക്കുമ്പോൾ അങ്ങനെ അവനിത് ഏൽക്കും. വേറെ പല ആൾക്കാരും ഇത് ഏൽക്കത്തില്ല. ഇങ്ങനെ 2 ആഴ്ചത്തേനൊക്കെ അവനെ ഏൽക്കും. അപ്പോൾ അവന് ആ പൈസ കിട്ടാൻ വേണ്ടി അവൻ ഇച്ചിരി അത്യാഗ്രഹക്കാരനായതുകൊണ്ട് അവനെ ഈ പേഷ്യൻറ്റിനെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ അവൻ ഈ പേഷ്യൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഈ 2 ആഴ്ചത്തെ നീങ്ങി കൊണ്ടുപോയി അവൻ്റെ തലേന്ന് ഊരുക എന്നുള്ളതാണ് അവൻ്റെ പരിപാടി. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് അവൻ ശ്വാസം മുട്ട് പ്രസൻറ്റ് ചെയ്തു. അത് ഞാൻ പിറ്റേ ദിവസം ഹാൻഡ് ഓവറിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവൻ്റെ ശ്വാസം മുട്ടുണ്ടെന്ന് പറയുന്നു, പൾമണറി എഡിമ എന്ന് പറയുന്നു. അന്ന് ഞങ്ങളുടെ ജോയിൻറ്റ് ഡയറക്ടർ മാർഗരറ്റ് ഹിക്കി ആയിരുന്നു. ഹിക്കി അവിടുന്ന് ഹാൻഡ് ഓവർ എടുക്കുന്നുണ്ട്. ഹിക്കി എന്നോട് പറയുകയാണ് അവന് ഓൾറെഡി ആൻറ്റിബയോട്ടിക്കിലാണല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആൻറ്റിബയോട്ടിക് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവന് പൾമണറി എഡിമ അടിക്കുന്നുണ്ട്, ഇവന് വാട്ടർ ടാബ്ലറ്റ് വേണം, ഇവൻ്റെ ഫാമിലി മെമ്പർ പറഞ്ഞിട്ടുണ്ട്, GPയെ കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരാരും മൈൻഡ് ചെയ്തില്ല. പിറ്റേ ദിവസം രാത്രിയിൽ ഇത് തന്നെ സെയിം സ്റ്റോറി, ശ്വാസം മുട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ തലയൊക്കെ പൊക്കി വെച്ചു. അതിൻ്റെ 3ാമത്തെ ദിവസം രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3ാം ദിവസം രാത്രി ഞാൻ 3ാമത്തെ നൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2 മണി ആയി കഴിഞ്ഞപ്പോൾ അപ്പം എൻ്റെ കൂടെ 2 കെയർമാരുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷിനൈദും അതുപോലെ തന്നെ ഫിയോണയാണ്. പിന്നെ ഉള്ളത് ഒരു ഗ്രേസ് കോസ്റ്റ്ലോ എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കക്കാരിയാണ്. അപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കക്കാരി ഒരു കറമ്പി ആയതുകൊണ്ട് ഈ സൗത്ത് ആഫ്രിക്കക്കാരി ഈ വെള്ളക്കാരായിട്ടുള്ള ഇവർ 2 പേരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അവൾ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത്. അവരുടെ അടുത്ത് വന്ന് അവരുടെ റേസിസം കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി ഈ പേഷ്യൻസും സ്റ്റാഫും ബേഴ്സും ഒക്കെ റേസിസം കാണിക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ
ഇത് അവൾ ഒത്തിരി പാസിഫൈ ചെയ്ത് വിട്ടിട്ടുണ്ട്. അത്ര സ്റ്റോറികളെ കുറിച്ച് ഞാൻ പിന്നെ വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം ഈ ഗ്രേസ് ഒരു 2 മണിയായപ്പോഴത്തെ, അപ്പോൾ ഗ്രേസിനോട് ഇവർ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സംഭവം. അപ്പോൾ ഗ്രേസ് ഒരു 2 മണിയായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബിമാൽ കൻ ഐ ഹാവ് വേർഡ് വിത്ത് യു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വാട്ട്സ് റോങ് എന്ന് പറഞ്ഞു. യു പ്ലീസ് കം വിത്ത് മീ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൻ്റെ പുറകെ ഓടിച്ചെന്നു. അവനോടൊന്നും പറഞ്ഞില്ല. ഓടിച്ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ടാമത്തെ നിലയിൽ സെക്കൻഡ് ഫ്ലോറിൽ ഐ പ്രസ്യൂം റൂം നമ്പർ 21 ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ 21ൻ്റെ അകത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രേസ് എന്നെ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു. ഞാൻ അവിടെ സ്റ്റെയർ കയറി അവിടെ ചെന്നു. അന്നിവിടെ ഈ മാഡർ നഴ്സിംഗ് ഹോമിൽ 3 സ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതുപോലെ ഒരു മിഡിൽ ലെവലുണ്ട്, അതുപോലെ തന്നെ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള മുകളിലത്തെ ടോപ്പ് എൻഡ് ഉണ്ട്. ടോപ്പ് എൻഡിലുള്ള പേഷ്യൻസ് റെസിഡൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ ഒരു കുഴപ്പമില്ലാത്ത റെസിഡൻസ് ആണ് അവിടെ മുകളിൽ വരുന്നത്. അപ്പോൾ ഈ കെയർ ഹോമുകളിലെ നഴ്സിംഗ് ഹോമിൽ, അപ്പോൾ ഐറിഷ് ഫെസിലിറ്റിയിൽ നഴ്സിംഗ് ഹോം എന്നാണ് പറയുന്നത്. നഴ്സിംഗ് ഹോമിൽ ഈ റെസിഡൻസിനെയൊക്കെ അവർ വിളിക്കുന്നത് റെസിഡൻസ് എന്നാണ് വിളിക്കുന്നത്, പേഷ്യൻസ് എന്നല്ല. കാരണം അവർ പേഷ്യൻ്റ് അല്ലല്ലോ. അപ്പോൾ ഞാൻ റൂമിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷോൺ മറോണി കമന്ന് അവിടെ കിടപ്പുണ്ട്. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുകയാണ്. അവൻ്റെ ഡഞ്ചേഴ്സൊക്കെ പുറത്ത് ചാടി. അവന് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ അപ്രോച്ച് ചെയ്ത് തൊട്ട് നോക്കിയപ്പോൾ അവൻ തണുത്ത് മരച്ചിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ഡഞ്ചേഴ്സ് നോക്കിയപ്പോൾ വായിലേക്ക് മുഖത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും അവന് ഓൾറെഡി റൈഗർ മോട്ടിസ് അടിച്ചു, മരിച്ചു കഴിഞ്ഞ് റൈഗർ മോട്ടിസ് അടിച്ചു. അപ്പോൾ അവൻ്റെ റൈഗർ മോട്ടിസ് അടിക്കുകയും ചെയ്തു. അവൻ്റെ ഡഞ്ചേഴ്സൊക്കെ പുറത്ത് ചാടി കിടക്കുക. തൊട്ടപ്പുറേ വില്യം കോളിൻസ് അവിടെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുക. അവൻ മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. അവൻ ശ്വാസം വിട്ട് വലിച്ച് അവിടെ ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇവൻ ഇത് മരിക്കുന്നത് കണ്ടിട്ട് ഇവനൊരിക്കുകയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞാനങ്ങ് ഷോക്കായിപ്പോയി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, ഗൈസ് ഇറ്റ് ലുക്സ് ലൈക്ക് ഷോൺ ഹാസ് ഗോൺ, സോ ഐ എം ഗോയിങ് ടു കം ഡൗൺ, ഐ ഗോ ടു ഓഫീസ് ആൻഡ് കം ബാക്ക് ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ റൂമിലോട്ട് ഓടി ചെന്നിട്ട് ഞങ്ങളുടെ ഡയറക്ടറെ വിളിച്ചു. അപ്പോൾ ഡയറക്ടറെ വിളിച്ചപ്പോൾ അവളെ 3-4 പ്രാവശ്യം വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തത്. അവളുടെ ഉഴപ്പ് കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെക്കുറിച്ച് പിന്നെ ഞാൻ പറയാം. ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അവൾ ഫോൺ എടുത്തു. അപ്പോൾ അവൻ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോലീസിനെ വിളിച്ചു. അത് കഴിഞ്ഞ് ഫാമിലിയെ വിളിച്ചു, GP വിളിച്ചു. അപ്പോൾ പോലീസിനെ വിളിച്ച് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് ഇങ്ങോട്ട് വന്നു. പോലീസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഗാഡി എന്ന ഈ ഐറിഷ് ഫെസിലിറ്റിയിൽ അവർ അറിയപ്പെടുന്നത്, ഗാഡി എന്ന് വെച്ചാൽ അൺആംഡ് ഗാർഡ്സ്. അവർ എനിക്ക് യൂസേഴ്സ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അവരെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അവരൊരു സാധനം അവരത് ചെയ്യത്തുമില്ല. അവർ ഒരു കാര്യം മുന്നോട്ട് നീങ്ങത്തുമില്ല. ചുമ്മാ അവിടെ പച്ച മസിലും പ്രവർത്തിച്ച് അവർ നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ കാറ്റഗറിയെക്കുറിച്ച് പിന്നെ അടുത്ത സ്റ്റോറിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു സംഭവത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓടി വന്നു. അപ്പോൾ അവർക്ക് ഈ കെയർ ഹോമിലുള്ള പേഷ്യൻറ്റിനെ ഒന്നും ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് അവർ വെള്ളക്കാർ പറയുന്ന PM എന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഉടനെ തന്നെ ഫാമിലിയെ വിളിച്ചു. അപ്പോൾ ലോക്കം GP ഇതിന് റെസ്പൈറ്റ് പേഷ്യൻ്റാണ്. റെസ്പൈറ്റ് പേഷ്യൻ്റ് എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ ഒന്നും തന്നെ ഇല്ല. എന്ന് വെച്ചാൽ ആക്റ്റീവ് റീസസിറ്റേഷൻ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണ്. പക്ഷേ റീസസിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം ഈ പേഷ്യൻ്റ് ഓൾറെഡി റൈഗർ മോട്ടിസ് അടിച്ച് കിടക്കുക. വടി പോലെ, നമ്മുടെ മീനൊക്കെ ചത്ത് കിടക്കുന്ന പോലെ വടി പോലെ കിടക്കുക. കയ്യും കാലുമൊക്കെ മറിക്കാൻ നോക്കിയിട്ടൊന്നും മറിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. അതെല്ലാം വടിയായിട്ട് കിടക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫാമിലി മെമ്പറെ വിളിച്ചു. അപ്പോൾ മീൻ വയൽ ഫാമിലി മെമ്പറും വന്നു, GPയും വന്നു. അപ്പോൾ ഈ പോലീസുകാർ പറയുന്നത് ഇവന് ഇനി പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യണ്ട. പക്ഷേ ഫാമിലി വന്നപ്പോഴത്തേക്കും ഫാമിലി ഭയങ്കര അപ്സെറ്റാണ്. ഞങ്ങളുടെ എറേഴ്സ് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായെന്ന് മറ്റുള്ളൊക്കെ ഫാമിലി ഉണ്ടെന്ന് പറയാൻ തുടങ്ങി. അവരുടെ മരുമോളാണ് വരുന്നത്. മരുമോൾ അവരുടെ ഒരു കൊച്ചും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് ഭാര്യയില്ല, ഇയാളുടെ മകനും ഇല്ല. മകൻ മരിച്ചു. മകൻ്റെ ഭാര്യയാണ് ഇയാളുടെ നെക്സ്റ്റ് ഓഫ് കിന്ന്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ പോലീസുകാർ നമ്പർ മാറ്റി. പോലീസുകാർ പറഞ്ഞു നമുക്കെന്നാൽ PM-ന് ഒന്ന് സെറ്റാകാമെന്ന് പറഞ്ഞു. PM-ന് സെറ്റാകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉടനെ തന്നെ ഫയലൊക്കെ എടുത്തു, ഫയലെല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ ഈ പേഷ്യൻറ്റിനെ ഷോണെ നീ ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങൾക്ക് തരും. ഞങ്ങൾ ഇവനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പോലീസ് സർജന് ലിമറിക്കിൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു റിഹേഴ്സലൊക്കെ എടുത്തു. അവർ എല്ലാം വരച്ച് എഴുതിയെല്ലാം ഉണ്ടാക്കി റിഹേഴ്സലൊക്കെ എടുത്തതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പേഷ്യൻറ്റിനെ അറിയാവുന്ന ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അവരത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി നേരെ അവിടുത്തെ സർജറിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫോറൻസിക് സർജന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ റിഹേഴ്സലൊക്കെ ചെയ്തു. അപ്പോൾ GP വന്നു. GP അല്ല, അപ്പോൾ വന്ന് ഷാനൻ ഡോക്ക് വന്നു. ഷാനൻ ഡോക്ക് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ഹവേഴ്സ് GP ആണ്. അവർ രാത്രിയിൽ ഒരു GP-മാരുടെ ഒരു കൺസോർഷ്യമാണ് ഔട്ട് ഓഫ് ഹവേഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി. അവരിതൊന്നും സർട്ടിഫിക്കറ്റ് ഒന്നും ചെയ്യില്ല. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വെള്ളക്കാരിയാണ് വന്നത്. അപ്പോൾ വെള്ളക്കാരി വന്നുകൊണ്ട് ഞാൻ ആ വെള്ളക്കാരിയോട് പറഞ്ഞു, ഇനി അപ്പോൾ അവൾ വന്നപ്പോൾ ഉടനെ പറഞ്ഞു, ഞാനിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് PM ചെയ്യണം എന്ന മട്ടിലാണ് അവൾ പറയുന്നത്. അപ്പോൾ ഈ പോലീസുകാരുടെ മനോഭാവം എന്ന് വെച്ചാൽ പോലീസുകാർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ നഴ്സിംഗ് ഹോമിൽ കിടക്കുന്ന പേഷ്യൻ്റല്ലേ എന്നാ ചെയ്യാൻ ഇതിനൊക്കെ പണ്ടാരടങ്ങി അവർ ഈ സസ്പെക്റ്റിനെ കുറിച്ചൊന്നും ഇവർക്ക് വലിയ ചിന്തയില്ല, ഇവർക്ക് അറിയത്തുമില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ് അവരുണ്ട് തന്നെ പോലീസുകാരെ വിളിച്ച് ഈ പോലീസുകാരുണ്ട് ഇവരെ മാറ്റി നിർത്തി പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്ത് നാച്ചുറൽ കോസ് എന്ന് പറഞ്ഞ് നീ എഴുതിയാൽ മതി, വേറെ GP ഒന്നും വേണ്ട, നീ തന്നെ GP അല്ല, പിന്നെ നീ എന്തിനാ ഇത് എഴുതാൻ പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ അവളെ ഒന്ന് പൊക്കി വിട്ടപ്പോഴത്തേക്ക് അവളുണ്ട് ഈ വെള്ളക്കാട് പ്രത്യേകിച്ച് പൊക്കി വിട്ട് കഴിഞ്ഞാൽ അവരോടനെ ഓക്കെ അടിക്കും.
ഉടനെ തന്നെ അവൾ എഴുതി വെച്ചത് നാച്ചുറൽ കോസ് കൊണ്ട് ഡെത്താന്ന് എഴുതി വെച്ചു. അപ്പോൾ ഈ ഫാമിലി മെമ്പർ അവിടെ കിടന്ന് വെള്ളം വെച്ചിട്ട് പറഞ്ഞു എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോലീസുകാർ പറഞ്ഞ് സമ്മതിക്കത്തില്ല, കാണിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവർ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ ഒന്ന് സീനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവരെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചു കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് അപ്സെറ്റായി, കുറച്ച് ടീയേഴ്സിലായിരുന്നു. പിന്നെ ഞാൻ അവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊന്ന് സെറ്റൊക്കെ ആക്കി പുറത്തേക്ക് കൊണ്ട് ഇരുത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഈ റെസിഡൻറ്റ്, അതായത് ഇത് നാച്ചുറൽ കോസുകൾ ഡെത്താണല്ലോ, നാച്ചുറൽ കോസ് ഡെത്താന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പരിപാടി അവസാനിപ്പിച്ചു. അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങളുടെ പരിപാടി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫാമിലിയോട് പറഞ്ഞു നിങ്ങളൊരു ഫ്യൂണറൽ ഡയറക്ടറെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരെണ്ണം അറേഞ്ച് ചെയ്യും, ഇപ്പം ഞങ്ങൾക്ക് നേരമില്ല, ഞങ്ങളിപ്പോൾ അവിടെ കിടക്കട്ടെ, നാളെ നേരം എടുത്തിട്ട് ഒന്ന് ചെയ്യാമെന്ന്. ഇപ്പോൾ വെള്ളക്കാരാണെങ്കിൽ അപ്പോൾ എടുത്തോണ്ടൊന്നും പോകത്തില്ല, അവിടെ നാച്ചുറൽ കോസ് ആണല്ലോ, ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ അവിടെ കിടത്തി കഴിഞ്ഞിട്ട് പിന്നെ ആ റൂമിൽ നിന്ന് വില്യം വാട്സൺ അവിടെ കിടക്കുകയാണല്ലോ, വില്യം കോളിൻസ് അവിടെ കിടക്കുക. അവനെ ഞങ്ങൾ പൊക്കി എടുത്ത് അപ്പുറത്തെ റൂമിലോട്ട് പോയി. അപ്പോൾ അവൻ പറഞ്ഞത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയും പോയെന്ന് പറഞ്ഞപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ നോക്കി ഉണർന്ന് കിടക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ കൂടെയാണല്ലോ അവൻ പോയതെന്ന് പറഞ്ഞിട്ട് അവൻ ആകെ അപ്സെറ്റായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവനെ പറഞ്ഞ് അടുത്ത റൂമിലോട്ട് കൊണ്ടാക്കിയതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പേഷ്യൻസിനെ പിറ്റേ ദിവസം ഹാൻഡ് ഓവർ ചെയ്തു. ഈ ബോഡിയൊക്കെ അടുത്ത ഡേ കാർക്ക് കൊടുത്തു. ഡേ കാർ കഴിഞ്ഞ് ഫ്യൂണറൽ ഡയറക്ടേഴ്സിനെ കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇതൊരു പാനിക്കായിട്ടുള്ളൊരു എപ്പിസോഡ് ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ നമുക്കത് പഠിക്കാനുള്ള ലെസൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻസിൻ്റെ ഫാമിലി മെമ്പർ പറയുന്നുണ്ട്, അതായത് അല്ലെങ്കിൽ ഈ റെസിഡൻറ്റ് ഫാമിലി മെമ്പർ പറയുന്നുണ്ട് ഇപ്പം വാട്ടർ ടാബ്ലറ്റ് ഉണ്ട്, അത് നെഗ്ലക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലോക്കൽ GP കൊണ്ട് കാണിച്ചിട്ട് ഒരു ലോക്കം GP മീൻസ് ഔട്ട് ഓഫ് വേഴ്സ് GP കൊണ്ട് കാണിച്ചിട്ട് ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 3 ദിവസം അവർ പിന്നെയും പറയുന്നുണ്ട്. കാരണം ഇവർ കുറച്ച് ദൂരെ നിന്ന് കണ്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വിളിച്ചത്. പിന്നെയും പറയുന്നുണ്ട് വാട്ടർ ടാബ്ലറ്റ് വേണം. അപ്പോൾ ഇവൻ ശ്വാസം മുട്ടാണ്. പക്ഷേ ലങ്സിനകത്ത് വെള്ളം നിറയുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഇവർ അഡ്രസ്സ് ചെയ്തില്ല. GP അഡ്രസ്സ് ചെയ്തിട്ടില്ല, മാനേജ്മെൻറ്റും അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് പറയുന്നുണ്ട്, ഹാൻഡ് ഓവർ ഡേക്കാർക്ക് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഹിക്കി അത് ചെയ്തില്ല. ഹിക്കി അത് ഉഴപ്പടിച്ചു വിട്ടു. സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ഹിക്കി ചെയ്യുന്നത് മനഃപൂർവ്വമായിട്ടുള്ള എററല്ല, അൺഫോഴ്സ്ഡ് എററാണ്. അവർ വിചാരിച്ച് ഇതൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിരിക്കും ക്രബ് വരുന്നത്. അപ്പം GP അങ്ങനെ തന്നെ, ലോക്കൽ GP അങ്ങനെ തന്നെ വിചാരിച്ചു. ഇവരുടെ ഒറിജിനൽ GP ദൂരെ കണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കാണിക്കാനും പറ്റിയില്ല. അങ്ങനെ കുറച്ച് പിന്നെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഈ കംപ്ലയിൻറ്റൊക്കെ റൈസ് ചെയ്ത് ഇൻസിഡൻറ്റ് റിപ്പോർട്ടൊക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് ഈ നഴ്സിംഗ് ഹോമിനെയൊക്കെ നോക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്, ഹെൽത്ത് ഇൻഫർമേഷൻ ക്വാളിറ്റി അതോറിറ്റി, ഹിക്വ എന്ന് പറയും. അപ്പോൾ ഈ ഹിക്വയുടെ അടുത്തോട്ട് നമുക്ക് ഇത് പോയി, ഈ സംഭവത്തിന് പോയി. അത് കഴിഞ്ഞ് ഞാനും ഗ്രേസും കൂടി 2-3 മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഇതിനിടയ്ക്ക് കുറച്ച് ഫണ്ണി ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായി. അതായത് ഗ്രേസ് ശരിക്കും ഒരു 30 മിനിറ്റ് വെച്ചിട്ട് ഈ റെസിഡൻറ്റിനെ നമുക്ക് എക്സാം ചെയ്യേണ്ട, അതായത് ഫിസിക്കലി നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ ആ റൂമിൽ ചെന്നിട്ട് ഇവർ എന്ത് ചെയ്യുവാണോ, ഉറങ്ങുവാണോ, ഇരിക്കുവാണോ, കിടക്കുവാണോ, ടോയ്ലറ്റിൽ പോയിക്കുവാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ ചാർട്ടിൽ എൻ്റർ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഒരു 3 മണിക്കൂറായിട്ട് ഗ്രേസ് അവിടെ കുത്തിയിരുന്ന് ഉറങ്ങുകയാണ്, ഗ്രേസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഗ്രേസിനോട് പറഞ്ഞു നീ വേഗം ഈ ഫയലൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഈ പേഷ്യൻ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകല്ല, PM ചെയ്യാൻ പോവാം. അപ്പം ഞാൻ താഴെ നിന്ന് ഒരു നെബുലൈസേഷൻ്റെ ഒരു കിറ്റ് ഈ പേഷ്യൻ്റ് ഇല്ലാത്തതുകൊണ്ട്, ഒരു മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു മെഷീൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പേഷ്യൻ്റ് കൊണ്ട് വെച്ചു കൊടുത്താണ് ഞാൻ നെബുലൈസേഷൻ കൊടുത്തത്. അപ്പോൾ പിന്നെ PM ചെയ്യുമ്പം ആ സീൻ മൊത്തം പ്രിസർവ് ചെയ്യണം. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും വേറെ സ്റ്റോറി പോയിട്ട് ഒരു കൊതി എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ച് അത് ലൈനും എല്ലാം എടുത്ത് അവിടെ വെച്ച് ഒന്ന് സെറ്റാക്കി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ട് നീ കൊടുത്തില്ല, നീ വേറെ ആളുടെ അടുത്ത് കൊടുത്ത് തെളിവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തെളിവില്ല, അത് അവിടെ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനത് കൊടുത്ത് അത് സെറ്റാക്കി. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ സീൻ പ്രിസർവ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ഈ ഫയലും സാധനം എല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ്മോർട്ടത്തിനുള്ള പ്രിക്കോഷൻസ്, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നതിനുള്ള സംഭവങ്ങളെല്ലാം ഞാനന്ന് പഠിച്ചു. കാരണം പോലീസുകാരെന്നെ കൊണ്ട് അതൊക്കെ റിഹേഴ്സലൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതിനകത്തുനിന്ന് എല്ലാം ചെയ്തെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 3 മീറ്റിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു, ഞാനും ഗ്രേസും കൂടെ അറ്റൻഡ് ചെയ്തു. 3 മീറ്റിങ്ങിൽ നാലാമത്തെ ഒരു മീറ്റിംഗ് കൂടെ വിളിച്ചു. നാലാമത്തെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ എന്നോട് ഈ ഡയറക്ടറോട് പറഞ്ഞു, അതായത് നിന്നെ അവരുടെ ഫാമിലി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ചിലപ്പം അവർ ചിലപ്പം അതായത് നോട്ടറി അല്ലെങ്കിൽ അവർ നമ്മളുടെ സോളിസിറ്ററുമായിട്ടായിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ അവർ റെക്കോർഡ് ചെയ്യും, നിൻ്റെ കോൺവെർസേഷനൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് അനുസരിച്ച് നമ്മളൊരു പേഷ്യൻ്റ് ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് വരുന്നത്. അപ്പം ഞാൻ സാധാരണ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മളത് കഴിഞ്ഞ് രണ്ടാമത് പറയുമ്പം മാറ്റി പറഞ്ഞെങ്കിൽ ഇവന്മാർ കള്ളത്തരമാണെന്ന് പറഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് വേറെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ വിശ്വാസം ഇല്ലാതാകും. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ ഫയലിൻ്റെ അകത്ത് എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻസിഡൻറ്റ് ഞാനത് പിന്നെ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫയലിൻ്റെ അകത്ത് ഞാൻ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫയലിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും എന്നോട് ഇവർ പറഞ്ഞു
നീ അന്ന് തന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു കോപ്പി ഞാൻ നിനക്ക് എടുത്തു തരാം, നീയും ഗ്രേസും കൂടെ അത് വായിച്ച് പഠിച്ചിട്ട് വേണം നീ മീറ്റിങ്ങിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3-4 മാസം കഴിഞ്ഞിട്ടുള്ള റിപ്പീറ്റ് മീറ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഇനി ഇവർ വല്ല സോളിസിറ്റർ എടുത്ത് പോവുമോ, ക്ലെയിം ചെയ്യുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ, ഇനി ഫോമിന് വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് ഈ ഡയറക്ടർ ആകെ ടെൻഷൻ അടിച്ച് മൊട്ടടങ്ങി നടക്കുക. അപ്പം ഞങ്ങളിതെല്ലാം വായിച്ച് പഠിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്. ഞാനെല്ലാം വായിച്ച് പഠിച്ചതിന് ശേഷം അവരുടെ അടുത്ത് ചെന്നു. മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവരും അവരുടെ ഒരു ഫാമിലി നെക്സ്റ്റ് ഓഫ് കിന്നും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര അപ്സെറ്റ് ആൻഡ് ടീയേഴ്സാണ്. അപ്പോൾ അവർ വന്നിരിക്കുന്നത് ഈ ഷോൺ ഒരു നാച്ചുറൽ ആയിട്ടുള്ള, അതായത് പീസ്ഫുൾ ആയിട്ടാണോ മരിച്ചത്, ഷോൺ അജിറ്റേറ്റ് ചെയ്താണോ മരിച്ചതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മകൻ്റെ ഭാര്യയാണ് ഇത്. അപ്പോൾ ഇയാൾ മകൻ മരിച്ചു പോയതിന് ശേഷം ഈ അമ്മായിച്ചനായിരുന്നു ഈ മരുമോളെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മരുമോള് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് മരുമോൾ ഒരു 1-2 കുട്ടിയുണ്ട്. അപ്പോൾ അവരെ നോക്കാൻ ഇനി ആരുമില്ല. അവരിപ്പോൾ ലിറ്ററലി അനാഥരായിരിക്കുക. കാരണം ഇയാളുടെ ജോലിയും പെൻഷനും കൊണ്ടൊക്കെ അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയായപ്പോൾ അവർ ആകെ അപ്സെറ്റായി. അപ്പോൾ ഈ അമ്മായിച്ചൻ മരിച്ചതിന് ശേഷം അവരുടെ ജീവിതം ഇപ്പോൾ ഒരു വഴിയായിരിക്കുക. അപ്പോൾ അവർക്കൊരു ലൈഫില്ലാത്തൊരവസ്ഥ എത്തിയിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവർ വരുന്നത് വെച്ചാൽ പുള്ളി പീസ്ഫുൾ ആയിട്ടാണോ മരിച്ചത്, പുള്ളി അജിറ്റേറ്റ് ചെയ്തായിരുന്നോ, പുള്ളി വിഷമിച്ചാണോ മരിച്ചതെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് കരഞ്ഞു, ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പം ഞങ്ങൾ ഒത്തിരി അവരെ സമാധാനിപ്പിച്ചു. ഞാനും ഗ്രേസും കൂടെ ഒത്തിരി സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞ് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ വന്നു പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് എല്ലാം അവസാനിപ്പിച്ചിട്ട് അപ്പം അത് കംപ്ലൈൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് അവസാനിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവർ മീറ്റിംഗ് അവസാനിപ്പിച്ച് സംഭവം കഴിഞ്ഞ് പോയി. അപ്പോൾ ഇത് ഷോൺ മറോണിയുടെ ഒരു സ്റ്റോറി. ഷോൺ മറോണി എനിക്ക് അവിടെ തന്ന സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഡെത്ത് ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീരിയസ് ഇവൻ്റ് ആയിട്ടാണ് സംഭവിച്ചത്. ശരിക്കും ഒരു ഷേക്കിംഗ് ഇവൻ്റ് ആയിരുന്നു. അതായത് സാധാരണ റെസ്പിറേറ്റ് പേഷ്യൻസ് വെച്ചാൽ സ്റ്റെപ്പ് ഡൗൺ സർവീസ് വരുന്ന പേഷ്യൻസ് ഒരിക്കലും മരിക്കാറില്ല. അങ്ങനെ മരിച്ച ഒരു അനുഭവം പോലും ഇല്ല. പക്ഷേ ഈ പേഷ്യൻറ്റ് മരിച്ചുപോയി. അപ്പോൾ ഈ ഷോൺ മറോണിയുടെ അതായത് ഒരു മെഡിക്കൽ നെഗ്ലിജൻസാണ്. അതായത് ആ നഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാനേജറുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ട്, GP-യുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിപ്പോഴും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റോറി ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് വിളിച്ചത്. പക്ഷേ അവരൊന്നും ഫോഴ്സ്ഡ് നെഗ്ലിജൻസ് അല്ല, അവരുടെ എന്തുവാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ ബേസിലുള്ള ഒരു നെഗ്ലിജൻസ് ആണ് ആ സാധനം വന്നത്. അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഈ ഡേ ടൈമിലെ നഴ്സസാണ്. അവരത് ചെയ്തില്ല. കൺസേൺഡ് GP-യെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് അത് ഫോളോ അപ്പ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ സംഭവം വന്നത്. അതുകൊണ്ട് ഷോണിൻ്റെ ഒരു വിലയേറിയ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ ഷോണിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സ്റ്റോറി എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉപയോഗിക്കുന്നത്. ഞാൻ പുതുതായിട്ടൊരു ചാനൽ തുടങ്ങുവാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫ്, അതുപോലെ തന്നെ എൻ്റെ ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലിനിക്കിലും അതുപോലെ ഫാക്കൽറ്റി ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതായത് ഈ ഹോസ്പിറ്റലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നഴ്സിംഗ് ഹോമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എല്ലാം ലൈവ് എക്സാമ്പിൾസ് ആണ്. ചില പേരുകളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്, കാരണം വെച്ചാൽ അത് പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷേ മജോറിറ്റി നെയിംസും അതായത് മജോറിറ്റി ഇൻസിഡൻസും ഇത് റിയൽ ഇൻസിഡൻ്റാണ്, നടന്ന സംഭവമാണ്. ഇത് ട്രൂ ഫാക്റ്റാണ്. അതായത് ഇതിനകത്ത് നിന്ന് കുറച്ച് ലെസൺസ് നമുക്ക് ലേൺ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിൻ്റെ അകത്ത് നടക്കുന്ന കുറേ ഫ്രോഡ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഇത്തരം കാര്യങ്ങൾ ഭാവിയിലോട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ലെസൺസ് ലേൺ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റിയും റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ, ഞാൻ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു ചാനലാണ്. അപ്പോൾ എനിക്കൊരു ഓൾട്ടർനേറ്റീവ് ചാനലുണ്ട്, ഓസ്കി പഠിപ്പിക്കാൻ വേണ്ടി. മോസ്കി വിത്ത് വിമൽ എന്ന് പറഞ്ഞ ചാനൽ ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പം ആ ചാനൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇടാനായിട്ട് നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ ഫീൽഡിലെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൻ്റെയും നഴ്സിംഗ് ഹോമിൻ്റെയും കെയർ ഹോമിൻ്റെയും നഴ്സിംഗ് ഫാക്കൽറ്റി ബേസ് ആയിട്ടുള്ള ഇവൻറ്റ്സൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ്, സ്റ്റോറി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ലിസൺ ചെയ്യുന്നതിന് താങ്ക് യു വെരി മച്ച്. ഇതുപോലെ ഒരു വണ്ടർഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും.